ഒരെണ്ണം അവനവൻ്റെ മുറി പോലും ഒന്ന് തൂത്തുവാരിയിടത്തില്ല. മണ്ണ് കാരണം നിലത്ത് ചവിട്ടാൻ വയ്യ. പറഞ്ഞിട്ടെന്തോ കാര്യം, എല്ലാത്തിനും എൻ്റെ കൈ ചെന്നോണം. ആ മോൾ ഇവിടെ വന്നിരിക്കുവാന്നോ? എന്താ എന്തു പറ്റി? ഒന്നുമില്ല അമ്മൂമ്മ. അല്ല എന്തോ കാര്യം ഉണ്ടല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല. കാര്യം പറ. അമ്മൂമ്മയ്ക്ക് അറിയാലോ എനിക്ക് ഇവിടെ വരുന്ന ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടാ ഞങ്ങൾക്കോ? അങ്ങനെ ഞങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടാന്ന്? മോളും അലീനയൊക്കെ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലല്ലേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അമ്മൂമ്മേ എന്താ എന്റെ കാര്യം പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് അലീനയുടെ കാര്യം കൂടി പറയുന്നത് എന്തിനാ? ഓ നിങ്ങൾ തന്നെയുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അതിനൊരാള് തീർന്നു. എന്താണ് ഇവിടെ കിടന്ന് വിളിക്കണം മെർലിൻ? ഒന്നുമില്ല അമ്മായി. മെർലിൻ ചേച്ചിക്ക് ഭയങ്കര വിഷമം. എന്തിന്? ശിവചേച്ചി മെർലിൻ ചേച്ചിയെ സ്നേഹിക്കാത്തോണ്ട്. ഓ പിന്നെ അതിനിവിടെ ആരും മനസ്സ് തുറന്ന് സ്നേഹിക്കണ പ്രകൃതക്കാരി അല്ലല്ലോ. അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞേ? എന്റെ മനസ്സമ്മായി തുറന്നു നോക്കിയിട്ടുണ്ടോ? എടാ എനിക്ക് മനസ്സിൽ തോന്നിയത് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി അത് ശരി വെക്കേണ്ടത് താനാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ആ അതങ്ങ് അംഗീകരിച്ചു കൊടുക്ക്. പറു ഒന്നും മിണ്ടായിരുന്നേ. അതൊന്നും അല്ല കാര്യം, വേറെ ഏതാണ്ട് കാര്യമുണ്ട്. മോളെ എന്താ കാര്യം പറ. എന്റെ അമ്മൂമ്മേ, ഞാനിവിടെ വരുന്നതും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ശിവാനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടേ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല. അയ്യോ കൊതിപ്പിക്കല്ലേ. ഗൗരി ഒന്നും മിണ്ടായിരി. മോളെ ശിവ, ശിവട്ടി ശിവ ശിവട്ടി എന്തോന്നടേ ഇങ്ങോട്ട് വന്നേ. എന്തുവാ നീ എന്ത് മെർലിനെ സ്നേഹിക്കാത്തത്? എന്ത് നീ മെർലിനെ സ്നേഹിക്കാത്തേന്ന്? ഞാൻ എന്തിനാ അവളെ സ്നേഹിക്കുന്നേ? അവളുടെ പുറകെ ഒരുത്തൻ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. പറയുന്നില്ല ഞാൻ. അല്ല ചേച്ചി കൂടെ നീങ്ങില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിന്റെ മനസ്സൊക്കെ അങ്ങ് ഒഴുകട്ട്. സ്നേഹം കവിഞ്ഞൊഴുകട്ട്. ആ ഒഴുക്കിൽ മെർലിൻ നീന്തി തുടിക്കട്ട്. അവൾ എന്തോന്നാണ് നിന്റെ അടുത്ത് ചോദിച്ചത്? ഒരു തുള്ളി സ്നേഹം, അതങ്ങ് കൊട്. സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലാണ് ഈ മെർലിൻ. ചളിയാണ് എന്റെ അമ്മായി. 90s ഇറങ്ങിയതല്ലേ, വിട്ടൂടി ഇനിയെങ്കിലും ഇതൊന്ന്. 90s എന്തൊരു പ്രശ്നം? ഈ പോരിണ്ടാക്കി കൂടെ നൈസായിട്ട് അമ്മായി എന്നെ വാരുന്നുണ്ട്. അത് ഞാൻ അറിയുന്നില്ല എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ഞാൻ പലിശ ചേർത്ത് തരുന്നുണ്ട് തിരിച്ച്. ശിവ, ഞാനൊരു കാര്യം പറയട്ടെ. താൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ തന്നെ സ്നേഹിക്കും. താൻ എത്ര എന്നെ വെറുത്താലും അത്രയും കൂടുതൽ ഞാൻ തന്നെ സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെ വെറുത്ത് വെറുത്ത് അവസാനം വെറുപ്പിനൊടുവിൽ തനിക്കും എന്നോട് സ്നേഹവും. താൻ ഈ പിക്കപ്പിലേ പറഞ്ഞിട്ടാണോ കേശുവിനെ വീഴ്ത്തിയത്? പൊന്നെ മെർലിനെ, ഇത് കേട്ട മനുഷ്യര് കൂടുതൽ വെറുപ്പ് തോന്നുന്നു എന്റെ അടുത്ത്. പാവം മെർലിൻ ചേച്ചി വെറുക്കപ്പെട്ടവളായി മാറിപ്പോയല്ലോ. അലീൻ എന്ത് നല്ല കുട്ടിയാണല്ലേ. കാണുമ്പോ തന്നെ അങ്ങ് സ്നേഹിക്കാൻ തോന്നും അല്ലേ ശിവ? അല്ല മെർലിനെ, മെർലിൻ അങ്ങനെയല്ല. നമുക്കൊരാളെ കൂടുതൽ കാണും തോറുമാണ് അടുത്തൊരു സ്നേഹം കൂടുന്നത് അല്ലേ? അതെ അതെ. എന്നാ ഞാൻ പിന്നെ പോട്ടാ. പോണോ? ആ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. போட்டா மெர்லின், நீ அவ சொல்றதொன்னும் கண்டுக்காத. நீ மத்தியானத்துக்கு சாப்பிடுறதுக்கு இருப்பியா இல்லையா? അതല്ലേ പതിവ് ഉണ്ടാവും. ഇല്ല ആന്റി, ഞാൻ പോവാ. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോവും. അത് കഴിഞ്ഞ് ചിലപ്പോ കുറച്ച് കളയുമ്പോ ബാംഗ്ലൂർക്ക് വിടാനുള്ള പ്ലാനാ. അയ്യോ അപ്പൊ ഇനി തിരിച്ചു വരത്തില്ലേ? ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അമ്മൂമ്മേ. മനുഷ്യന്റെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ശിവ, എന്തായാലും എന്റെ ശല്യം ഇനി അധികം നാളുണ്ടാവില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എപ്പോഴും എന്റെ മനസ്സിൽ കാണും. മെർലിൻ പോകുന്നുള്ള കാര്യം തീരുമാനിച്ചോ? ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പിക്കുമ്പോ കാണിച്ചാൽ മതി ഈ പ്രകടനം കേട്ടോ. ആറങ്ങോട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.